ആലുവ എടത്തല മാളക്കപ്പടിയിൽ പ്ലാസ്റ്റിക് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? മനു, ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ തീപിടുത്തമുണ്ടായത്. ഇത് എടത്തല പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. ആലുവയ്ക്ക് അടുത്ത് എടത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാളക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് കൊരങ്ങാട്ടുകുടി ബഷീർ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള പ്ലാസ്റ്റിക് ഗോഡൗണാണ്. ഇത് ആക്രി ബിസിനസ് നടത്തുന്നയാളാണ്. ഇയാളുടെ ആക്രിക്കടയിലെ കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റിനാണ് തീപിടിച്ചത്. ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന പ്രദേശം ആക്രിക്കടയാണ്. അവിടെ കൂട്ടിയിട്ടിരുന്ന ഈ വേസ്റ്റിനാണ് തീപിടിച്ചത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയ തോതിൽ തീപിടുത്തം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാൻ ഏതാണ്ട് 5 യൂണിറ്റ് ഫയർഫോഴ്സ് വേണ്ടി വന്നു എന്നുള്ളതാണ്. ആലുവയിൽ നിന്ന് തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തി. ഇതുകൂടാതെ തൃക്കാക്കര, ഏലൂർ, പട്ടിമറ്റം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളും സ്ഥലത്തെത്തി. ഏതാണ്ട് തുടർച്ചയായി 2-3 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും തീ കെടുത്തി എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഫയർ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം പ്ലാസ്റ്റിക്കാണ്. പണ്ട് നമ്മൾ ബ്രഹ്മപുരത്ത് കണ്ടതുപോലെയൊക്കെ ഈ പ്ലാസ്റ്റിക് വീണ്ടും വകഞ്ഞു മാറ്റുമ്പോൾ അതിൽ നിന്ന് പുകയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുപോലും ഇല്ലാതാക്കാനുള്ള ശ്രമം ആണിപ്പോൾ തുടരുന്നത്. അതുകൊണ്ട് JCB അടക്കം ഉപയോഗിച്ച് ഈ വകഞ്ഞു മാറ്റി അവിടേക്ക് വെള്ളമൊഴിച്ച് തീ പൂർണ്ണമായും കെടുത്തുക എന്നുള്ളതാണ് ഫയർ ഉദ്യോഗസ്ഥർ. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പുലർച്ചെയുള്ള ദൃശ്യമാണ്. 4 മണി സമയത്താണ് തീ ആളിക്കത്തിയത്. ആ സമയത്ത് പ്രദേശവാസികളാണ് ഈ വിവരം ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ആലുവയിൽ നിന്ന് പോയി വലിയ തീപിടുത്തമാണ് എന്ന് കണ്ടതുകൊണ്ട് തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ഫയർ യൂണിറ്റ് ഇവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെയാണ് 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ആ സമയം മുതൽ അവിടെ എത്തിയത് മുതൽ തുടർച്ചയായ വെള്ളം ചീറ്റിച്ച് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. മനു, നാശനഷ്ടം അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ടോ പ്രാഥമിക ഘട്ടത്തിൽ? ഈ പ്ലാസ്റ്റിക്കാണ്, ആക്രി ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ വലിയ അത് കത്തിപ്പോയതുകൊണ്ടുള്ള നാശനഷ്ടമാണ്. ഏറ്റവും ആശ്വാസകരം മറ്റ് ആളപായങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ആൾ താമസമില്ലാത്ത സ്ഥലമാണ്. അവിടെ മറ്റ് ജീവനക്കാരോ അങ്ങനെ ആരും തന്നെ ഇല്ലാത്ത സമയമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗുരുതര സാഹചര്യമില്ല. പക്ഷേ ഈ ഇത്രയും വലിയ തോതിൽ ഇത് കത്തിപ്പോയത് കൊണ്ടുണ്ടായ നാശനഷ്ടം ഉണ്ട്. അതിൻ്റെ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. ശരി, ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് മനസ്സിലാക്കാമല്ലേ ഉമേഷ്? അതെ, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പ്ലാസ്റ്റിക്കാണ്. അത് ഇങ്ങനെ തീപിടിക്കുമ്പോൾ വലിയ തോതിൽ കത്തും, കത്തും. അതിന് മറ്റൊരു പ്രശ്നം കൂടി, അത് സമീപവാസികൾക്കായ ആളുകൾക്ക് ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്ലാസ്റ്റിക്കും മറ്റും കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയും മറ്റും ശ്വസിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത കാണേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് അത്തരത്തിലുള്ള അസ്വസ്ഥത അവിടെയുള്ളവർ പറയുന്നുണ്ട്. കാരണം പ്ലാസ്റ്റിക്കാണ്, അത് ചെറിയ തോതിൽ തന്നെ കത്തുമ്പോൾ ആ തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്രയും വലിയ അളവിൽ കത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ആർക്കും ചികിത്സ തേടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഒന്നും വന്നിട്ടില്ല. വലിയ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നിലവിൽ ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അതിനു മുൻപ് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പുക ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമം ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റ് തുടരുകയാണ്. ശരി ഉമേഷ്, ഏതായാലും ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ പ്ലാസ്റ്റിക് ഗോഡൌണിലുണ്ടായ ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലുണ്ടായ തീപിടുത്തമാണ്. പക്ഷേ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിലും ഈ പ്ലാസ്റ്റിക് ഒക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയെന്ന് പറയുന്നത് വലിയ മലിനീകരണം, ആളുകൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ചില ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില പരാതികളൊക്കെ അല്ലെങ്കിൽ അവരുടെ ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആരെയും ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരം തന്നെയാണ്. 5 യൂണിറ്റ് ഫയർഫോഴ്സുകൾ സ്ഥലത്തെത്തി തീ അണച്ചിരിക്കുന്നു എന്നത്, അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നതാണ്. പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം പ്ലാസ്റ്റിക് ഇങ്ങനെയാകുമ്പോൾ ഈ നീർനീർ കത്തിക്കൊണ്ടിരിക്കും. അതാണല്ലോ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിയന്ത്രണ വിധേയമാണ്. ആശങ്കയ്ക്ക് വകയില്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്.